പാകിസ്ഥാനിൽ വീണ്ടും പൈതൃക വേട്ട. സിഖ് സമുദായത്തിന്റെ പവിത്രമായിട്ടുള്ള 125 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുരുദ്വാര കൂടി പാകിസ്ഥാൻ മണ്ണിൽ തകർത്തെറിയപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം ഒരു ഭൂമി തർക്കമോ കെട്ടിടം പൊളിക്കലോ മാത്രമല്ല, മറിച്ച് പാകിസ്ഥാനിലെ ഹൈന്ദവ സിഖ് ചരിത്രത്തെയും സംസ്കാരത്തെയും വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടുള്ള ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ആസൂത്രിതമായ സാംസ്കാരിക ഉന്മൂലനമാണ്. ജൂൺ 24-ന് അർദ്ധരാത്രിയിലാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ലാഹോറിൽ നിന്നും 70 കിലോമീറ്റർ അകലെയുള്ള ഫാറൂഖാബാദിലെ ഗുരുദ്വാര ശ്രീ ഗുരു സിംഗ് സഭാ സാഹിബ് ഒരു പ്രാദേശിക വ്യവസായി ഇടിച്ചു നിരത്തിയത്. യാതൊരുവിധ അനുമതികളും ഇല്ലാതെയാണ് ഈ കൊടും പാതകം ചെയ്തതെന്ന് അധികൃതർ ഇപ്പോൾ ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷമായിട്ടുള്ള സിഖ് സമുദായം തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് വരെ പാകിസ്ഥാൻ ഭരണകൂടം ഈ അനീതി കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ കൺമുന്നിൽ ഒരു ചരിത്ര സ്മാരകം തകർക്കപ്പെട്ടിട്ടും പാകിസ്ഥാൻ സർക്കാരിന്റെ വകുപ്പുകൾ പുലർത്തിയ അർത്ഥഗർഭമായിട്ടുള്ള മൗനം വ്യക്തമാക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂട പിന്തുണയെ തന്നെയാണ്. ഈ കിരാർ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള താക്കീതുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഈ പ്രവൃത്തിയെ അങ്ങേയറ്റം അപലപനീയവും ആസൂത്രിതവുമായിട്ടുള്ള അക്രമം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളുടെ തുടർച്ചയാണിതെന്നും ഇന്ത്യ ലോകത്തിന് മുന്നിൽ തുറന്നടിച്ചു. കുറ്റക്കാർക്കെതിരെ ഉടനടി നടപടിയെടുക്കാനും ഗുരുദ്വാരയുടെ തകർന്ന ഭാഗങ്ങൾ എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലാക്കാനും ഇന്ത്യ പാകിസ്ഥാനോട് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തെക്കൻ ഏഷ്യയിലെ പീഡിപ്പിക്കപ്പെടുന്ന സനാതന സിഖ് ക്രിസ്ത്യാനി ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഇന്ത്യ മാത്രമാണെന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പ്രതികരണം നൽകുന്നത്. വിഷയം കൈവിട്ടു പോകുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ തിരിച്ചടിയാകുമെന്നും കണ്ടതോടെ പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസും ന്യൂനപക്ഷ മന്ത്രി രമേശ് സിംഗ് അറോറയും ഗുരുദ്വാര പുനർനിർമ്മിക്കുമെന്ന പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ പുണ്യസ്ഥലം നശിപ്പിക്കാൻ ഒരു വ്യവസായിക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചു എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഭയാനകമായിട്ടുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് ഇത്തരം വാഗ്ദാനങ്ങൾ ഒരിക്കലും പരിഹാരമാകില്ല. പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഇന്ത്യയുടെ പൗരത്വ ഭേദഗതി നിയമം, CAA പോലുള്ള നിയമങ്ങളുടെ പ്രസക്തി എത്രത്തോളം വലുതാണെന്ന് ഈ സംഭവം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തങ്ങളുടെ ചരിത്രവും വിശ്വാസവും സംരക്ഷിക്കാൻ പോരാടുന്ന അയൽ രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് കാവലായി ശക്തമായി ഒരു ഇന്ത്യയുടെ സാന്നിധ്യം എന്നും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്.